ശ്രീരാമ ജന്മഭൂമിയിൽ ബാലകരാമന്റെ പ്രാണപ്രതിഷ്ഠ കഴിഞ്ഞ ഒരാഴ്ചയാകുമ്പോഴും രാമക്ഷേത്രത്തിൽ ദർശനത്തിനായുള്ള ഭക്തജന ലക്ഷങ്ങളുടെ ഒഴുക്ക് തുടരുകയാണ്. ജീവിത പുണ്യ സാക്ഷാത്കാരമായി രാമജന്മഭൂമിയിലെത്തുന്ന ഭക്തജനങ്ങൾ ബാലകരാമനെ ഒരു നോക്ക് കണ്ട് നിർവൃതി അടയാനും അനുഗ്രഹം നേടാനും എത്ര നേരം കാത്തു നിൽക്കാനും എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറായാണ് എത്തുന്നത്. ക്ഷേത്ര പുരോഹിതർ വെളുപ്പിന് 4 മണിക്ക് എത്തുന്നതിന് മുൻപ് തന്നെ ഭക്തജനങ്ങളുടെ വലിയ ക്യൂ ആണ് രൂപപ്പെടുന്നത്. 4:30 മംഗള ആരതി, 7 മണിക്കാണ് ദർശനം ആരംഭിക്കുന്നത്. ഇടയ്ക്ക് 2 മണിക്കൂർ നടയടച്ച് ബാലകരാമന് ശയന സൗകര്യം ഒരുക്കേണ്ടതുണ്ടെങ്കിലും തിരക്ക് മൂലം രാത്രി 10 മണിവരെ ദർശനത്തിന് അവസരം നൽകേണ്ടി വരികയാണ്. എല്ലാവർക്കും ദർശനം ഉറപ്പാക്കുന്ന തരത്തിലുള്ള സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളതെന്ന് ക്ഷേത്രത്തിലെ മുഖ്യ പൂജാരി ആചാര്യ സതേന്ദ്രദാസ് പറഞ്ഞു. ബാലകരാമനെ ജീവിതത്തിൽ ആദ്യമായി കാണാനായി ഇനി തനിക്ക് ഒരാഗ്രഹവുമില്ലെന്നും ദർശനത്തിന് ശേഷം ഝാൻസിയിൽ നിന്നെത്തിയ യുവഭക്തനായ ചൈതന്യ ദീക്ഷിത് പറയുന്നു. ദർശനത്തിനായി മണിക്കൂറുകൾ കാത്തു നിൽക്കുമ്പോഴും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാറില്ലെന്നാണ് ജനങ്ങൾ പറയുന്നത്. ബുദ്ധിമുട്ടില്ലാതെ ദർശനം നടത്തുന്നതിനുള്ള എല്ലാ സംവിധാനവും സർക്കാർ ഒരുക്കുന്നുണ്ടെന്നും സത്യേന്ദ്രദാസ് പറഞ്ഞു. രാജ്യം മുഴുവൻ ഏറെ ചർച്ച ചെയ്യപ്പെട്ട വിഷയമായിരുന്നു അയോധ്യ പ്രാണപ്രതിഷ്ഠാ ചടങ്ങ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാണ് പ്രതിഷ്ഠ പൂർത്തിയാക്കിയത്. ക്ഷണിക്കപ്പെട്ട വിശിഷ്ട വ്യക്തികളുടെ സാന്നിധ്യവും അയോധ്യയിൽ ഉണ്ടായിരുന്നു. രാജ്യത്തെ വിവിധ ഭാഷകളിലെ ചലച്ചിത്ര താരങ്ങൾ ഈ അവസരത്തിന് സാക്ഷികളായി അയോധ്യയിൽ എത്തിച്ചേർന്നിരുന്നു. അമിതാഭ് ബച്ചൻ, രജനീകാന്ത്, ചിരഞ്ജീവി എന്നിവർ ഉൾപ്പെടെ നിരവധി അഭിനേതാക്കൾ അയോധ്യയിലെത്തി. അതേസമയം കേരളത്തിൽ നിന്നുള്ളവരുടെ അസാന്നിധ്യം അതിലും വലിയ ചർച്ചയായി മാറി. നടന്മാരായ മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരെ പ്രതീക്ഷിച്ചെങ്കിലും അവരാരും തന്നെ എത്തിച്ചേർന്നില്ല. മോഹൻലാൽ അടുത്ത സിനിമയുടെ പ്രമോഷൻ തിരക്കുകൾ കാരണം എത്തിച്ചേർന്നില്ല എന്നാണ് പൊതുവെ പ്രചരിച്ച വിഷയം. എന്നാൽ സുരേഷ് ഗോപി വരുമായിരുന്നില്ലേ എന്ന ചോദ്യത്തിനുള്ള മറുപടി എവിടെയും കേട്ടില്ല. ഇപ്പോൾ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ സുരേഷ് ഗോപി ഒരു പ്രതികരണം നൽകിക്കഴിഞ്ഞു. സുരേഷ് ഗോപിയുടെ ഭക്തിയുടെ രാജ്യസ്നേഹത്തിൻ്റെയും കാര്യത്തിൽ തർക്കമില്ല എങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ആദ്യമായാണ് അദ്ദേഹം ഏതെങ്കിലും വിധത്തിൽ ഒരു മറുപടി കൊടുക്കുന്നത്. പൂജാമുറിയിൽ സർവാലങ്കൃതമായ സീതാരാമന്മാരുടെ വിഗ്രഹത്തിൽ പൂജാപുഷ്പങ്ങൾ അർപ്പിച്ചിരിക്കുന്ന വീഡിയോ ആണ് സുരേഷ് ഗോപി ഇൻസ്റ്റഗ്രാമിൽ പോസ്റ്റ് ചെയ്തത്. ജയ് ശ്രീറാം എൻ്റെ സീതാരാമൻ എന്ന് ക്യാപ്ഷനും നൽകി. നിരവധി പേർ സുരേഷ് ഗോപിയുടെ പോസ്റ്റിൽ ജയ് ശ്രീറാം വിളിച്ച് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. വിമർശകരും കമന്റ് കോളത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠ ജനങ്ങളെ, കോടിക്കണക്കിന് ജനങ്ങളെ ഒന്നിപ്പിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ പറയുന്നു. രാജ്യത്തിൻ്റെ കൂട്ടായ ശക്തിയാണ് രാമക്ഷേത്ര ഉദ്ഘാടനത്തിൽ കാണാനായത്. ഭരണഘടനാ ശില്പികൾക്ക് രാമൻ പ്രചോദനത്തിൻ്റെ ഉറവിടമായിരുന്നുവെന്ന് മോദി പറഞ്ഞു. രാമക്ഷേത്ര ഉദ്ഘാടനത്തിന് പിന്നാലെ ഈ വർഷം നടത്തിയ ആദ്യത്തെ മൻ കി ബാത് പരിപാടിയിലാണ് പ്രധാനമന്ത്രിയുടെ പ്രതികരണം. രാമഭജനങ്ങൾ ചൊല്ലിയും രാമദീപം തെളിയിച്ചുമാണ് ജനങ്ങൾ രാമനെ വരവേറ്റത്. ജനങ്ങളുടെ ഒരുമ രാജ്യത്തെ വലിയ ഉയരങ്ങളിലെത്തിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.